أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. നോക്കുക, നിങ്ങളുടെ നാഥൻ തേനീച്ചകൾക്ക് വഹി നൽകി. എന്തെന്നാൽ പർവ്വതങ്ങളിലും വൃക്ഷങ്ങളിലും മണ്ണിന് മുകളിൽ പടർത്തപ്പെടുന്ന വള്ളികളിലും നിങ്ങൾ കൂടുകളുണ്ടാക്കുക. സകലവിധ ഫലങ്ങളിൽ നിന്നും സത്ത് വലിച്ചെടുക്കുക. നിന്റെ റബ്ബ് ഒരുക്കിത്തന്ന വഴികളിൽ കൂടി ചരിക്കുക. ഈ ഈച്ചയുടെ ഉള്ളറകളിൽ നിന്ന് വർണ്ണവൈവിധ്യമുള്ള ഒരു പാനീയം സ്രവിക്കുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശാന്തിയുണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനത്തിന് ഇതിലും ദൃഷ്ടാന്തമുണ്ട്. അന്നഹിൽ 68-69. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേനീച്ചകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. തേനീച്ചകൾ താമസിക്കുന്നത് കോളനികളിലാണ്. ഒരു തേനീച്ചക്കൂട്ടിൽ പ്രധാനമായും 3 തരം ഈച്ചകളാണുള്ളത്. റാണി ഈച്ച, കൂട്ടിലെ ഏക തേനീച്ചയാണിത്. മുട്ടയിടുക എന്നതാണ് റാണിയുടെ പ്രധാന ജോലി. രണ്ടാമത്തത് ആൺ തേനീച്ചകൾ അഥവാ ഡ്രോൺ. ഇവക്ക് പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കാൻ കഴിയില്ല. റാണിയുമായി ഇണചേരുക എന്നത് മാത്രമാണ് ഇവയുടെ ദൗത്യം. മൂന്നാമത്തത് ജോലിക്കാരൻ ഈച്ചകൾ, അതായത് വർക്കേഴ്സ് ബീസ്. ഇവ പെണ്ണീച്ചകളാണെങ്കിലും മുട്ടയിടാൻ കഴിയില്ല. തേൻ ശേഖരിക്കുക, കൂട് നിർമ്മിക്കുക, കുഞ്ഞുങ്ങളെ നോക്കുക, കൂട് വൃത്തിയാക്കുക തുടങ്ങിയ എല്ലാ ജോലികളും ചെയ്യുന്നത് ഇവരാണ്. തേൻ ഉൽപ്പാദനം പൂക്കളിലെ മധുരമുള്ള ദ്രാവകമായ നെക്ടാർ അല്ലെങ്കിൽ മകരന്തം ശേഖരിച്ചാണ് തേനീച്ചകൾ തേൻ നിർമ്മിക്കുന്നത്. 1 കിലോ തേൻ ഉണ്ടാക്കാൻ തേനീച്ചകൾ ലക്ഷക്കണക്കിന് പൂക്കൾ സന്ദർശിക്കേണ്ടി വരുന്നു. ഇവ ശേഖരിക്കുന്ന തേൻ തങ്ങളുടെ ഉമിനീരുമായി കലർത്തി എൻസൈമുകൾ ചേർത്ത് സൂക്ഷിക്കുന്നു. പരാഗണം. മനുഷ്യർക്ക് തേനീച്ചകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം തേൻ മാത്രമല്ല, മറിച്ച് പരാഗണമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 1/3 ഭാഗവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തേനീച്ചകൾ പൂമ്പൊടി ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ്. തേനീച്ചകളില്ലെങ്കിൽ പല സസ്യങ്ങളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. ആശയവിനിമയം. തേനീച്ചകൾ പരസ്പരം സംസാരിക്കുന്നത് പ്രത്യേകതരം നൃത്തത്തിലൂടെയാണ്. ഇതിനെ വാഗിൾ ഡാൻസ് എന്ന് വിളിക്കുന്നു. പൂക്കൾ എവിടെയാണെന്നും എത്ര ദൂരത്തിലാണെന്നും മറ്റ് ഈച്ചകളെ അറിയിക്കാൻ ഈ നൃത്തം സഹായിക്കുന്നു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ തേനീച്ചകൾ വംശനാശം സംഭവിച്ചാൽ മനുഷ്യരാശിക്ക് വലിയ ഭീഷണിയുണ്ടാകും. ലോകത്തിലെ 70-80% ഭക്ഷ്യവിളകളുടെയും പരാഗണം നടക്കുന്നത് തേനീച്ചകൾ വഴിയാണ്. പരാഗണം നടന്നില്ലെങ്കിൽ വിത്തുകളോ പഴങ്ങളോ ഉണ്ടാകില്ല. തേനീച്ചകൾ താമസിക്കുന്നത് കോളനികളിലാണ്. കാലങ്ങളായി അഷ്ടഭുജാകൃതിയിലുള്ള അറകളാണ് തേനീച്ചകൾ ഉണ്ടാക്കുന്നത്. ഒരേ സമയം 30,000 തേനീച്ചകൾക്ക് ഒന്നിച്ച് താമസിക്കാനും ജോലികൾ ചെയ്യാനും പാകത്തിലാണ് അവ നിർമ്മിക്കുന്നത്. ഈ ആകൃതിയിൽ തന്നെ കൂട് നിർമ്മിക്കണമെന്ന് തേനീച്ചകളെ പഠിപ്പിച്ചത് ആരാണ്? അല്ലാഹു അല്ലാതെ. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ്ശജരി വമിമ്മാ യഅ്രിശൂൻ. നിന്റെ നാഥൻ തേനീച്ചക്ക് ബോധനം നൽകി, മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തുന്ന പന്തലുകളിൽ നിങ്ങൾ കൂടുണ്ടാക്കുക. സുമ്മ കുലി മിൻ കുല്ലി സമറാത്തി ഫസ്ലുക്കി സുബുല റബ്ബിക സുലലൻ യഖ്റുജു മിൻ ബുത്തൂനിഹ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസി ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. നേരത്തെ ഓതിയ ആയത്ത് തന്നെയാണ്. ഇതിലെ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. എല്ലാതരം ഫലങ്ങളിൽ നിന്നും ഭക്ഷിക്കുക, അങ്ങനെ നിന്റെ നാഥൻ പാകപ്പെടുത്തി വെച്ച വഴികളിൽ പ്രവേശിക്കുക. അവയുടെ വയറുകളിൽ നിന്ന് വർണ്ണവൈവിധ്യമുള്ള പാനീയം സ്രവിക്കുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ജനത്തിന് ഇതിലും ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ ഖുർആൻ തേനീച്ചകളോടാണ് സംസാരിക്കുന്നത് എന്ന് ഭാഷയിൽ നിന്ന് മനസ്സിലാക്കാം. കുലി, ഫസ്ലുക്കി എന്നൊക്കെയാണ് ഖുർആൻ പ്രയോഗിച്ചത്.
കുലി എന്ന് പറയുമ്പോൾ അത് ഒരു പെണ്ണിനോട് പറയുന്നത്, പെൺ തേനീച്ചയോടായതുകൊണ്ടാണ് കുലി എന്ന് വന്നത്. ആണാണെങ്കിൽ കുൽ എന്നായിരിക്കും. അതേപോലെ ഫസ്ലുക്കി എന്നത് ആണായിരുന്നെങ്കിൽ ഫസ്ലുക്ക് എന്നായിരിക്കും. ജോലി ചെയ്യുന്നത് തേനീച്ചകളാണെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിൻ്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ ഈ ഒരു കാര്യം പ്രതിപാദിച്ചിരിക്കുന്നു. ഈ അടുത്താണ് തേനീച്ചകളാണ് ജോലി ചെയ്യുന്നത്, തേനീച്ചക്കൂട്ടിൽ ജോലി ചെയ്യുന്നത് തേനീച്ചകളാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചത് ഈ അടുത്ത കാലത്താണ്. എന്നാൽ 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഈ ഖുർആനിൽ അള്ളാഹു കൃത്യമായി ഇത് പ്രതിപാദിച്ചിരിക്കുന്നു. അതേപോലെ ഇവിടെ ബുത്തൂനിഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വയറുകളിൽ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു വയറാണ് ഉണ്ടാവുക കുടൽ. അപ്പോൾ ഒന്നിലധികം വയറുകൾ തേനീച്ചകൾക്കുണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് സാധാരണ വയറിന് പുറമെ തേൻ ശേഖരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു കുടലും കൂടി തേനീച്ചക്കുണ്ട്. അതേപോലെ തേനീച്ചക്ക് 5 കണ്ണുകളുണ്ട്. തേനീച്ചക്ക് സാധാരണയുള്ള 2 കണ്ണുകൾ കൂടാതെ തലയുടെ മുകൾ ഭാഗത്തായി 3 ചെറിയ കണ്ണുകളും ഉണ്ട്. ഇത് വെളിച്ചത്തിൻ്റെ വ്യതിയാനങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അൾട്രാവയലറ്റ് കാഴ്ച, അടുത്തത് അതിൻ്റെ അൾട്രാവയലറ്റ് കാഴ്ച, അതായത് മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത അൾട്രാവയലറ്റ് രശ്മികളെ കാണാൻ തേനീച്ചകൾക്ക് കഴിയും. പൂക്കളിലെ തേൻ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ ഇത് അവയെ സഹായിക്കുന്നു. പിന്നെ ആൻറ്റിന, മണം പിടിക്കാനും സ്പർശനം തിരിച്ചറിയാനും ഇവയുടെ ആൻറ്റിനകൾ വളരെ സെൻസിറ്റീവാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അള്ളാഹുവിൻ്റെ ഈ കുഞ്ഞു സൃഷ്ടിക്ക്. സുബ്ഹാനല്ലാഹ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.